മൈ ചാനൽ യൂണിക് കിഡ്സ്. ഇന്ന് ഞാനിവിടെ കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന റെസിപ്പി കൊച്ചു കുട്ടികൾക്ക് വരെ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. കേക്ക് പോപ്സ് ആണ് ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഒരു പ്രാവശ്യം ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നും കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആയിട്ട് നമ്മുടെ വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു കേക്ക് പോപ്സ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇപ്പോൾ നമ്മുടെ ഫംഗ്ഷൻസിനൊക്കെ ഇതേപോലെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള കേക്ക് പോപ്സ് എല്ലാവരും ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരും മറന്നു വേണ്ട. അപ്പോൾ എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ലക്ക്. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് ബ്രെഡാണ്. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കേക്ക് എടുക്കാം, ബാക്കിയുള്ള കേക്ക് എടുക്കാം, അതേപോലെ തന്നെ കപ്പ് കേക്ക് ഒക്കെ വെച്ചിട്ട് നമുക്കിത് ചെയ്യാം. ഞാനിവിടെ സിമ്പിളായിട്ട് എപ്പോഴും വീട്ടിലുണ്ടാകുന്ന ബ്രെഡ് വെച്ചിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഞാനൊരു 10-11 ബ്രെഡാണ് ഇതിനായിട്ട് എടുത്തേക്കുന്നത്. ആ ഒരു ക്വാണ്ടിറ്റിയിൽ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു 10-12 കേക്ക് പോപ്സ് നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു ബ്രെഡ് നമുക്ക് ആദ്യം അരികുകളൊക്കെ ചെത്തി മാറ്റിയിട്ട് നന്നായിട്ട് ഒരു മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കണം. അപ്പോൾ മിക്സി ഇല്ലാന്നുണ്ടെങ്കിൽ ഫുഡ് പ്രോസസ്സറിലൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫൈനായിട്ട് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതേപോലെ നമുക്ക് മിക്സറിൻ്റെ ജാറിൽ ഇതിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നിങ്ങളിത് കേക്കിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള കേക്ക് ഇതേപോലെ മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് ഫൈനായിട്ട് ഇതേപോലെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ബ്രെഡ് കംപ്ലീറ്റ് ആയിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ മെൽറ്റ് ചെയ്തേക്കുന്ന ബട്ടർ ഒഴിച്ചു കൊടുക്കാം. ഇതേപോലെ ബട്ടർ കുറച്ചായിട്ട് ചേർത്തിട്ട് പതുക്കെ അതൊന്ന് ഇങ്ങനെ കുഴച്ചെടുക്കാം. ആ ഒരു ബട്ടറും അതേപോലെ തന്നെ നമ്മുടെ ആ ഒരു ബ്രെഡിൻ്റെ മിക്സും നന്നായിട്ടൊന്ന് കൂടി വരണം. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ബോൾസ് ആക്കി നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് കുറച്ചൊന്ന് ഹാർഡായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ചോക്ലേറ്റൊക്കെ ഡിപ്പ് ചെയ്യുന്ന സമയത്തേക്ക് അത് നന്നായിട്ട് ആ ഒരു ചോക്ലേറ്റൊക്കെ അതിൽ നന്നായിട്ട് പിടിച്ച് കിടക്കും. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് ആ ഒരു ബട്ടർ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് പാല് ചേർത്ത് കൊടുക്കണം. നമുക്ക് ആ ഒരു ബ്രെഡ് നന്നായിട്ട് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പാല് ചേർക്കുന്നത്. ഇനി പാലില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. മെൽറ്റ് ചെയ്തിരിക്കുന്ന ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കാം, അതേപോലെ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാം. അതും അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വിപ്പിംഗ് ക്രീം ഉണ്ടല്ലോ, അത് ബീറ്റ് ചെയ്യാത്ത വിപ്പിംഗ് ക്രീമും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം. അത് നാലും നമുക്ക് ഈ ഒരു പാലും അതേപോലെ ബട്ടറും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന സാധനങ്ങളാണ് കേട്ടോ. പാല് ഞാൻ എടുത്തേക്കുന്നത് 4 ടേബിൾ സ്പൂൺ ആണ്. ആ 4 ടേബിൾ സ്പൂൺ ഞാൻ ഇതിലോട്ട് ഒഴിച്ചിട്ടില്ല കേട്ടോ. നമ്മൾ ആ ഒരു പാലിങ്ങനെ ഒഴിച്ചിട്ട് കുറച്ചായിട്ട് ഒന്ന് കുഴച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ബോളാക്കി എടുക്കാൻ പറ്റുന്ന ഒരു രൂപമായി കഴിഞ്ഞാൽ നമുക്ക് പാൽ ഒഴിക്കുന്നത് നിർത്താം. ഒരുപാട് പാൽ ഒഴിച്ചിട്ട് ആ ഒരു ബ്രെഡ് വല്ലാണ്ട് ലൂസാക്കണ്ട. ഇനി ഒരുപാട് ലൂസായി പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടെ പൊടിച്ചിട്ടുള്ള ബ്രെഡ് അതിലോട്ട് ആഡ് ചെയ്തിട്ട് അതിൻ്റെ ഷേപ്പ് ഒന്നും കൂടെ റെഡി ആക്കിയിട്ട് എടുത്താൽ മതി. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്കൊന്ന് ബോളാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റണം. ആ ഒരു രീതിയിലൊന്ന് കുഴച്ചെടുക്കാം. ഇതിപ്പോൾ നമുക്ക് അത്യാവശ്യം ബോളൊക്കെ ആക്കാൻ പറ്റിയിട്ടുള്ള ഒരു പരുവായിട്ടുണ്ട്. നമുക്കിത് കൈ വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരേ ഷേപ്പ് തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് നമ്മൾ മെഷർ ചെയ്യുന്ന ഒരു ടേബിൾ സ്പൂണിൻ്റെ സ്പൂണാണ്. അതിൽ നിറച്ചിട്ടാണ് ഞാനിപ്പോൾ ബോളാക്കിയിട്ട് എടുക്കുന്നത്. നിങ്ങൾക്ക് അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ കൈ വെച്ചിട്ട് തന്നെ ഷേപ്പ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ അധികം കുത്തി നിറയ്ക്കാണ്ട് ആ ഒരു ടേബിൾ സ്പൂൺ ഫുള്ളാക്കിയതിന് ശേഷം ഇതേപോലെ കയ്യിലോട്ട് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് ഷേപ്പ് ചെയ്തെടുത്താൽ മതി. അങ്ങനെ ആകുന്ന സമയത്ത് നമ്മളുടെ എല്ലാ കേക്ക് പോപ്സിനും ഏകദേശം ഒരേ ഒരു അളവ് തന്നെ കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തോട്ടൊക്കെ സെയിൽ ചെയ്യുകയെന്നുണ്ടെങ്കിൽ ഒരേ രീതിയിലല്ലാന്നുണ്ടെങ്കിൽ അതിനൊരു കോർഡിനേഷൻ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഒരേ രീതിയിൽ അങ്ങനെ എന്തെങ്കിലും ഒരു മെഷറിംഗ് കപ്പോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വെച്ചിട്ട് ഇതേപോലെ നമുക്ക് ബോൾസ് ആക്കിയിട്ട് എടുക്കാം. ഞാനിതിപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. എനിക്ക് ഏകദേശം 14 ബോൾസാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ബ്രെഡോ കേക്കോ കപ്പ് കേക്കോ എന്താണോ കയ്യിലുള്ളത് അതെടുത്തിട്ട് ഇതേപോലെ ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലോട്ടുള്ള ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കണം. അപ്പോൾ ആ ഒരു സമയം വരെ നമുക്ക് ഈ ഒരു ബോൾസ് ഫ്രിഡ്ജിലോട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഈ ഗനാഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തേക്കുന്നത് 1 കപ്പ് ചോക്ലേറ്റ് ആണ്. അപ്പോൾ അരക്കപ്പും രണ്ടും സെപ്പറേറ്റ് ബൗളിലാക്കിയിട്ട് മാറ്റി വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഒരു ബൗളിലാണ് നമ്മൾ കളർ ചേർക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ആദ്യം ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഓവനിൽ ഒരു 30 മുതൽ ഒരു 60 സെക്കൻഡ് വരെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുവാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഓവൻ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡബിൾ ബോയിൽ ചെയ്യാം. ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അത് ചൂടാവുന്ന സമയത്ത് ഇതേപോലെ നമുക്ക് ചോക്ലേറ്റ് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് മെൽറ്റ് ചെയ്തെടുത്താലും മതി.
ഇത് ഞാനിപ്പോൾ അങ്ങനെ മെൽറ്റ് ചെയ്ത് എടുത്തേക്കുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് അതിലൊന്നിലോട്ട് ഞാനൊരു ഇച്ചിരി പിങ്ക് കളർ ചേർക്കുന്നുണ്ട്. അതേപോലെ ഒന്ന് അങ്ങനെ തന്നെ പ്ലെയിൻ ആയിട്ട് വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഒരു ലൈറ്റ് ചൂട് അവിടെ നിൽക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം അത് പെട്ടെന്ന് കട്ട പിടിച്ചു പോകും, വൈറ്റ് ചോക്ലേറ്റ് ആയത് കാരണം. അപ്പോൾ നമ്മളെപ്പോഴും ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ചൂടുള്ള വെള്ളത്തിൽ അത് ഇറക്കി വെച്ച് കൊടുത്താലും മതി. ഒരുപാട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറു ചൂടുള്ള വെള്ളത്തിൽ അത് ഇറക്കി വെച്ച് ചെയ്ത് കൊടുത്താൽ അത് പെട്ടെന്ന് മെൽറ്റായിട്ട് പോവില്ല കേട്ടോ. ഇനി നമുക്ക് കേക്ക് പോപ്സ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള ഓരോ ബോൾസ് എടുത്തതിന് ശേഷം ഒന്നെങ്കിൽ നമുക്ക് ഇതേപോലുള്ള ലോലിപോപ്പൊക്കെ ഉണ്ടാക്കുന്ന സ്റ്റിക്ക് മേടിക്കാൻ കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാരണ ടൂത്ത് പിക്ക് വെച്ചിട്ടും ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റിക്ക് നമുക്ക് ഞാനിപ്പോൾ ചോക്ലേറ്റിൽ ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഒരു ബോൾസിലോട്ട് കയറ്റി കൊടുക്കുകയാണ്. അപ്പോൾ അതേപോലെ ഒരു ഹോൾസ് ഉണ്ടാക്കിയതിന് ശേഷം അതിലോട്ട് ഇങ്ങനെ ചോക്ലേറ്റ് പതുക്കെ ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം ആ ഒരു സ്റ്റിക്ക് അവിടെ നന്നായിട്ട് സ്റ്റിക്ക് ചെയ്ത് വെക്കാം. നമ്മൾ ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ബോൾസ് അതിൽ നിന്ന് ഊരി വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ തണുത്ത ബോൾസ് ആവുന്ന സമയത്ത് ആ ഒരു ചോക്ലേറ്റ് പെട്ടെന്ന് അവിടെ ഹാർഡായിട്ട് നന്നായിട്ട് അത് സ്റ്റിക്കായിട്ടിരിക്കും. അപ്പോൾ ഞാൻ പിങ്ക് കളറും ഇതേപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ചെയ്യുന്ന സമയത്തുള്ള വീഡിയോ കിട്ടിയിട്ടില്ല കേട്ടോ, അതാണ് ശരിക്കും കാണാൻ പറ്റാത്തത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഓരോ ബോൾസ് എടുത്തതിന് ശേഷം ഒന്നെങ്കിൽ സ്റ്റിക്കിലോ അല്ലെങ്കിൽ സാധാരണ ഇതേപോലെയുള്ള ലോലിപോപ്പിലോ സ്റ്റിക്ക് ചെയ്തതിന് ശേഷം ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തിട്ട് ഒന്നെങ്കിൽ ഇതേപോലെ കപ്പ് കേക്കിൻ്റെ മോൾഡ് കിട്ടും. ഈ ഒരു കപ്പ് കേക്കിൻ്റെ കുഞ്ഞു മോൾഡിന് 100 പീസിന് 30 രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത്. അതിലോട്ട് ഇറക്കി വെച്ച് കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ തെർമോക്കോളിൽ കുത്തി വെച്ച് കൊടുത്താലും മതി. അപ്പോൾ അതേപോലെ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒക്കെ ഒരു ഭംഗിയാക്കണമെന്നുണ്ടെങ്കിൽ കുഞ്ഞു കുഞ്ഞു ഫോണ്ടൻറ്റ് വെച്ചിട്ട് ഇതേപോലെ എന്തെങ്കിലും ഫ്ലവേഴ്സൊക്കെ കട്ട് ചെയ്തതിന് ശേഷം ഒരു ഇച്ചിരി ചോക്ലേറ്റ് ഈ ഒരു കേക്ക് പോപ്സിൻ്റെ മുകളിലാക്കിയിട്ട് അതൊന്ന് അവിടെ സ്റ്റിക്ക് ചെയ്ത് വെക്കുക. ഫോണ്ടൻറ്റ് നന്നായിട്ട് സ്റ്റിക്കായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചോക്ലേറ്റ് ഗനാഷ് അതിൻ്റെ മുകളിൽ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ അതേപോലെ കുറച്ച് പിങ്ക് ഫ്ലവേഴ്സും അതേപോലെ തന്നെ കുറച്ച് വൈറ്റ് ഫ്ലവേഴ്സും ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഇതേപോലെ ഓരോന്നിൻ്റെ മുകളിൽ സ്റ്റിക്ക് ചെയ്ത് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ തീർത്തും ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. നിങ്ങൾ പുറത്തോട്ടൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ വീട്ടിലേക്ക് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാരണ ഇതേപോലെ ചോക്ലേറ്റിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇതേപോലെ ഒരു തെർമോക്കോളിൻ്റെ മുകളിലാക്കി വെച്ചാൽ മതി. ഇതേപോലെ പാത്രത്തിലൊന്നും ആക്കേണ്ട ആവശ്യമില്ല. കാണാൻ കുറച്ചും കൂടെ ഭംഗിയായിട്ടിരിക്കട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇതേപോലെയൊക്കെ ഡെക്കറേഷൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പറ്റുവാണെങ്കിൽ എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഫ്രണ്ട്സും ഫാമിലിക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ ഇൻസ്റ്റഗ്രാം ID ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. പറ്റുവാണെങ്കിൽ ഫീഡ്ബാക്കും അറിയിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ലക്ക്.